ദി കേരള സ്റ്റോറി 2 രണ്ടാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിനെതിരായ അപ്പീലിൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച് വിധി പറയും. ഇന്നലെ ഉച്ചയ്ക്ക് ചിത്രം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് നടപടിക്ക് പിന്നാലെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി അടിയന്തര സ്വഭാവത്തിൽ കണക്കിലെടുത്ത് കോടതി രാത്രി വാദം കേൾക്കാനും തയ്യാറായിരുന്നു. എന്തായാലും വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ ഒരു അനിശ്ചിതത്വം ഇങ്ങനെ തുടരുകയാണ്. ഇന്നെന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാകുമോ? എങ്ങനെയാണ്? ശ്രീജ, ഇന്നലെ രാവിലെയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഹർജി സിംഗിൾ ബെഞ്ച് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുകയും പിന്നീട് ഈ സിനിമയുടെ പ്രദർശനാനുമതി തടയുകയും ചെയ്തിരുന്നു. 2 ആഴ്ചത്തേക്കായിരുന്നു തടഞ്ഞിരുന്നത്. പിന്നീട് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജികൾ പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ അടിയന്തര പ്രാധാന്യത്തോടു കൂടിയാണ് ഹർജി പരിഗണിച്ചത്. അങ്ങനെ ഹൈക്കോടതിയുടെ പ്രത്യേക സിറ്റിംഗ് നടത്തിയായിരുന്നു ഇന്നലെ ഹർജി പരിഗണിച്ചിരുന്നത്. പ്രധാനമായിട്ടും നിർമ്മാതാക്കൾ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം സിനിമയുടെ പ്രദർശനാനുമതി തടയുന്നതോടുകൂടി തന്നെ വലിയ ഒരു സാമ്പത്തിക നഷ്ടമാണ് സിനിമയുടെ നിർമ്മാതാവിന് ഉണ്ടാവുക. മാത്രവുമല്ല, കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ സിനിമയിലില്ല. ഈ നേരത്തെ ഇതിനെതിരായിട്ട് ഹർജി കൊടുത്ത ആളുകളുടെ വാദങ്ങൾ തെറ്റാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു നിർമ്മാതാക്കൾ ഏതായാലും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് നടത്തുകയും ഹർജി അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും സിനിമയുടെ പ്രദർശനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത്. ഈ ഹർജി പരിഗണിക്കുകയും പിന്നീട് അത് ഇന്ന് ഉത്തരവ് പറയാനായിട്ട് മാറ്റിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും നേരത്തെ ഈ സിനിമയുടെ പ്രദർശനാനുമതി തടയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഉന്നയിച്ചിരുന്ന ആരോപണം ഈ സിനിമ കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന വാദത്തിൽ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നടന്ന ഈ വാദത്തിൽ നിർമ്മാതാക്കൾ ഉന്നയിച്ചൊരു കാര്യം, ടീസറിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ സിനിമയിലില്ല. കേരളത്തെ മോശമായി ചിത്രീകരിക്കാനായിട്ടുള്ള ഒന്നും തന്നെ സിനിമയിലില്ല. മാത്രവുമല്ല, കേരള സ്റ്റോറി 1 ഇതിൻ്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയ സമയത്തും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിരുന്നതാണ്. എന്നാൽ ഒരു കോടതി പോലും ഈ സിനിമയുടെ പ്രദർശനം തടഞ്ഞില്ല എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്യേണ്ടതായിരുന്നു, ഇന്ന് റിലീസ് ചെയ്യും എന്നുള്ള കാര്യമായിരുന്നു നേരത്തെ നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഈ ഹർജിയും ഈ മറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഇന്ന് ഈ പ്രദർശനത്തിന് തടയുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. 2 ആഴ്ചത്തേക്ക് പ്രദർശനം തടയുന്നതായിട്ടുള്ള സാഹചര്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായാലും സിനിമ ഇനി പ്രദർശിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പറയും. മാത്രവുമല്ല, സിനിമയിൽ ഹർജിക്കാർ, അതായത് നേരത്തെ ഇതിനെതിരായിട്ട് ഹർജി നൽകിയിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള മതസൗഹാർദ്ദം തകർക്കുന്നതോ അല്ലെങ്കിൽ കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നതോ തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്നത് പരിശോധിക്കാനായിട്ട് വീണ്ടും സെൻസർ ബോർഡ് ഈ സിനിമ കാണണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി കിരൺ, എന്തായാലും ദി കേരള സ്റ്റോറി 2 രണ്ടാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിനെതിരായ അപ്പീലിൽ ഇന്ന് എന്തായാലും ഡിവിഷൻ ബെഞ്ച് വിധി പറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്ന. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു കിരൺ കുമാർ.